നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മനുഷ്യകുലം ഉണ്ടായ കാലം മുതൽ ഉയരുന്ന ഒരു ചോദ്യമാണ് ഈ ആത്മാവ് ഉണ്ടോ, അത് യാഥാർത്ഥ്യമാണോ ഇല്ലയോ എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പല ആളുകളും ഇതിനെക്കുറിച്ച് പഠിക്കുന്ന വിഭാഗവും അല്ലാത്തവരെല്ലാം തന്നെ ഉണ്ടെന്നും ഇല്ലെന്നുള്ള പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. ഇപ്പോഴും ഈ ഒരു കാലഘട്ടത്തിലും ഈ ഒരു നൂറ്റാണ്ടിലും ഇതൊക്കെ ഉണ്ടോ, ആത്മാവ് എന്ന് പറയുന്നതൊക്കെ ഉണ്ടെന്ന് പറയുന്ന ഒരു വിഭാഗവുമുണ്ട്, ഇല്ല എന്ന് പറഞ്ഞ് അത് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളും നമ്മുടെ സംശയങ്ങളെല്ലാം തന്നെ ഇങ്ങനെ നാൾക്ക് നാൾ ഏറിക്കൊണ്ടേയിരിക്കുകയാണ്. മതങ്ങളും മതഗ്രന്ഥങ്ങളും എല്ലാം തന്നെ ആത്മാവിനെ കുറിച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അത് ഓരോ മതത്തിലും വ്യത്യസ്തമാണ്. എങ്കിലും അത് എന്താണെന്ന കാര്യത്തിൽ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഒരു വിശദീകരണവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ആത്മാവ് സത്യമാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത് ശാസ്ത്രലോകമാണ്. മരിക്കുമ്പോൾ മനുഷ്യന്റെ തലച്ചോറിൽ നിന്ന് ഒരു പ്രത്യേകതരം എനർജി പുറത്തേക്ക് പ്രവഹിക്കുന്നു എന്നാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരിക്കുന്നത്. ആത്മാവ് ശരീരത്തെ വിട്ടുപോകുന്നതാണ് ഇതെന്നാണ് ഗവേഷകർ പറയുന്നത്. അമേരിക്കയിലെ അരിസോണ സർവകലാശാലയിലെ അനസ്തീഷ്യ വിദഗ്ധനായ ഡോക്ടർ സ്റ്റുവർട്ട് ഹാമറോഫ് ആണ് ഇത് സംബന്ധിച്ച് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആശുപത്രിയിൽ മരിച്ച രോഗികളുടെ തലച്ചോറിൽ നടത്തിയ ഗവേഷണങ്ങളുടെ ഫലമായിട്ടാണ് അവർ ഇത്തരത്തിലൊരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. അതീവ ഗുരുതരമായ രീതിയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ചില രോഗികളുടെ തലച്ചോറിൽ അവരുടെ ജീവൻ നിലനിർത്തുന്ന ഉപകരണങ്ങൾ നീക്കം ചെയ്യുന്നതിന് മുൻപ് സെൻസറുകൾ സ്ഥാപിച്ചാണ് ഗവേഷകർ ഇത് സംബന്ധിച്ച പഠനം നടത്തിയത്. ഈ രോഗികളുടെ രക്തസമ്മർദ്ദവും ഹൃദയമിടിപ്പും 0 താഴ്ന്നതിന് ശേഷമുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ നിരീക്ഷിച്ചത്. അപ്പോഴാണ് മരിക്കുമ്പോൾ മരിച്ചവരുടെ തലച്ചോറിൽ നിന്ന് ഒരു പ്രത്യേകതരം എനർജി പുറത്തേക്ക് പ്രവഹിക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഒന്നുകിൽ മരണത്തോട് അടുത്ത അവസ്ഥയോ അല്ലെങ്കിൽ ആത്മാവ് ശരീരത്തെ വിടുന്നതോ ആയിരിക്കാമെന്നാണ് ഡോക്ടർ സ്റ്റുവർട്ട് മറ്റ് ഗവേഷകരും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഡോക്ടർ വിശ്വസിക്കുന്നത് ബോധം സംഭവിക്കുന്നത് ആഴമേറിയ ക്വാണ്ടം തലത്തിലാണ് എന്നാണ്. അനസ്തേഷ്യ, ഗാഠനിദ്ര അല്ലെങ്കിൽ മരണത്തോടടുത്ത അനുഭവം പോലുള്ള താഴ്ന്ന ഊർജാവസ്ഥകളിൽ പോലും ആളുകൾക്ക് അവബോധം ഉള്ളതായിട്ടാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. രോഗികളുടെ മരണാവസ്ഥ രേഖപ്പെടുത്തി 1 മുതൽ 20 മിനിറ്റ് വരെ അവരുടെ ശരീരത്തിൽ ഈ ഊർജ്ജവർദ്ധന രേഖപ്പെടുത്താൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്നാണ് ഈ വിദഗ്ധ സംഘം അവകാശപ്പെടുന്നത്. ഒരു രോഗിയുടെ ഹൃദയമിടിപ്പ് നിലച്ചതിന് ശേഷവും അയാളുടെ തലച്ചോറ് ഗാമസിൻ ക്രണി എന്നറിയപ്പെടുന്ന പ്രവർത്തനം കാഴ്ചവെച്ചുവെന്നും ഡോക്ടർ സ്റ്റുവർട്ട് അവകാശപ്പെടുന്നുണ്ട്. 30 മുതൽ 90 സെക്കൻഡ് വരെ അത് നിലനിന്നിരുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏതായാലും മനുഷ്യന്റെ ആത്മാവിനെ തേടിയുള്ള യാത്രകൾക്ക് ഇത്തരം ഗവേഷണങ്ങളോട് വിരാമമാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.